പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗ് തുടങ്ങിയ കമ്പനികൾ തമ്മിലുള്ള ആ ഡീലിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. രണ്ടാമത്തേത് ജാഡ് ഗാബിളുടെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. മൂന്നാമത്തേത് അങ്കിൾ ഹൗഡിയുടെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. അതിനോട് അനുബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. അവസാനത്തേത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റൂമേഴ്സിനെ സംബന്ധിച്ചും. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയും TNA റെസ്ലിംഗ് എന്ന കമ്പനിയും തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ആ വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. റസൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ മാസങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഡിസ്കഷന് പിറകിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡീൽ ഇപ്പോൾ WWEയും TNAയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീലിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെ വുമൻസ് റോയൽ റബിളിൽ ജോർദാൻ ഗ്രേസ് ഒരു സർപ്രൈസ് എൻട്രി നടത്തിയതിന് ലഭിച്ച ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. അതിനുശേഷമാണ് TNAയുമായി തുടർന്നും ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെ വർക്കിംഗ് പാർട്ണർഷിപ്പ് തയ്യാറാക്കാമെന്നുള്ളൊരു തീരുമാനം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് WWEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവർ പിന്നീട് TNAയെ അപ്രോച്ച് ചെയ്യുകയും TNAയുമായിട്ടുള്ള എങ്ങനെ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ക്രോസ് ഓവേഴ്സ് ഷോയിൽ നടത്തണമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത് എന്നാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പതിയെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് നിലവിൽ രണ്ട് കമ്പനിയും യൂസ് ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന TNAയുടെയും WWEയുടെയും ഷോസിൽ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് TNA റെസ്ലിംഗിൻ്റെ അവരുടെ റോസ്റ്ററിലെ റെസ്ലേഴ്സ് WWE ഷോയിലും WWE റെസ്ലേഴ്സ് TNAയിലും അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് പെട്ടെന്നൊന്നും നടത്തി അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കില്ല. അവർ പതിയെ ആയിരിക്കും, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാർ അവിടെ നിന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടോ പോകുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം അവർ കാണിക്കുക. അപ്പോൾ ഇനി വരുന്ന ഷോകളിൽ ആര് വരും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, എന്തു വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ളതാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഡീൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് TNA റെസ്ലിംഗിനാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. TNAയുടെ നഷ്ടപ്പെട്ട ആ ഒരു വ്യൂവർഷിപ്പ് WWE സൂപ്പർ സ്റ്റാർസിനെയും WWEയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷകരമായ ഒരു രീതിയിലേക്കാണ് നിലവിൽ TNA മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജാഡ് ഗാബിളിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. ഈ മാസം, അതായത് ഇന്നത്തോടു കൂടി ജാഡ് ഗാബിളിൻ്റെ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജാഡ് ഗാബിൾ ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ജാഡ് ഗാബിൾ കോൺട്രാക്റ്റ് പുതുക്കാൻ 100% സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു വമ്പൻ പുഷാണ് റോയൽ നിലവിൽ ജാഡ് ഗാബിളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജാഡ് ഗാബിൾ ഹീൽ ടേൺ സ്വീകരിച്ചുകൊണ്ട് WWEയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിലവിലുണ്ടെങ്കിൽ അത് ജാഡ് ഗാബിളിൻ്റെ ആണെന്ന് പറയേണ്ടി വരും. അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സെഗ്മെൻറ്റുകളും ഓരോ മത്സരങ്ങളും നിലവിൽ ക്രിയേറ്റീവ് ടീം തയ്യാറാക്കി നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ജാഡ് ഗാബിളിൻ്റെ വർക്കും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ പുഷ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനി വിട്ടുപോകും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത ഒരു സംഭവമാണ്. കൂടാതെ ജാഡ് ഗാബിൾ ആണെന്ന നിലയിൽ ഒരു സിംഗിൾസ് ടൈറ്റിൽ, ഇന്റർകോണ്ടിനെന്റൽ ടൈറ്റിൽ വിജയിക്കുന്നതിൻ്റെ വക്കിൽ വരെയുള്ള സ്റ്റോറി ലൈനിൽ എത്തിക്കൊണ്ടിരിക്കുന്ന റെസ്ലറുമാണ്. അതുകൊണ്ട് തന്നെ ജാഡ് ഗാബിൾ കോൺട്രാക്റ്റ് പുതുക്കി അദ്ദേഹം തുടർന്നുള്ള വർഷങ്ങളിലും WWEയുടെ ഭാഗം തന്നെ ആയിരിക്കുമെന്നും നമുക്കിതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡിയെ സംബന്ധിച്ചുള്ളതാണ്. WWE ഇന്ന് ഒരു ട്വീറ്റ് പങ്കുവെക്കുകയുണ്ടായി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ ഒരു ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ അത് എത്തേണ്ട കൈകളിലേക്ക് ആ ഒരു ട്വീറ്റ് എത്തി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എല്ലാ റെസ്ലിംഗ് ജേർണലിസ്റ്റുകളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനോട് അനുബന്ധിച്ചുള്ള വലിയൊരു ഡിസ്കഷനും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്കിൾ ഹൗഡിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല, പക്ഷേ അങ്കിൾ ഹൗഡിയുടെ ആ ഗിയറിന് സമാനമായിട്ടുള്ള ഒരു ആളെ നമുക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്കിൾ ഹൗഡിയെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അങ്കിൾ ഹൗഡിയുടെ ഈ ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് ക്യാപ്ഷൻ കൊടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്കിൾ ഹൗഡിയുടെ ഒരു തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള യാതൊരുവിധ സൂചനയും ആ ഒരു ട്വീറ്റിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അങ്കിൾ ഹൗഡിയുടെ ആ ഒരു ട്വീറ്റ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ഹൗഡി WWEയുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തിട്ട് അങ്കിൾ ഹൗഡി തന്നെ ഒരു ട്വീറ്റ് അപ്ലോഡ് ചെയ്തു. പിന്നീട് അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ തിരിച്ചുവരവിൻ്റെ സൂചനകളാണ് അവിടെ അങ്കിൾ ഹൗഡി തന്നെ ഹാക്ക് ചെയ്ത് നൽകുന്നത് എന്നാണ് നിലവിൽ റെസ്ലിംഗ് ജേർണലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കൂടാതെ ഇപ്പോൾ ഒരു ഫാൻ തിയറിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
ബ്രേ വൈറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ റിട്ടേൺ നടന്നിട്ടുണ്ടായിരുന്നത് ഒരു എക്സ്ട്രീം റൂൾസിലായിരുന്നു. അത് 2022 ഷോ ആയിരുന്നു. അന്ന് ബ്രേ വൈറ്റിൻ്റെ ഫയർഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനോട് അനുബന്ധിച്ച് ഒരു റാന്തൽ ആ എക്സ്ട്രീം റൂൾസിൽ അവർ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന് പറയുന്ന പോസ്റ്ററിൽ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഒരു പിക്ചറിൽ ഡ്രൂ മാക്കിൻറ്റയർ വാള് പിടിച്ച് നിൽക്കുന്നതിൽ ആ വാളിൽ ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഫേസ് അങ്കിൾ ഹൗഡിയുടെ മാസ്കുമായിട്ട് ഒരു സാദൃശ്യമുണ്ടെന്നാണ് ചില ഫാൻ തിയറികൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിലിൽ അങ്കിൾ ഹൗഡിയുടെ ഒരു റിട്ടേണോ അല്ലെങ്കിൽ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ കഴിഞ്ഞിട്ടുള്ള റോയിൽ അങ്കിൾ ഹൗഡിയുടെ ഒരു റിട്ടേണോ അല്ലെങ്കിൽ വൈറ്റ് 6 എന്ന് പറയുന്ന മെമ്പേഴ്സിൻ്റെ ഒരു ഡെബ്യൂവോ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു ഫാൻ തിയറിയും ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളത് സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്കിൾ ഹൗഡിയെ സംബന്ധിച്ച് റിട്ടേൺ ഉടനെ അല്ലെങ്കിൽ അടുത്ത മാസം നടക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഒരുപോലെ ആവശ്യത്തോടു കൂടി കാത്തിരിക്കുന്നത് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് എന്ന് നടക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് വൈകാതെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ജിമ്മി ഊസോ തിരികെ വന്ന് സോളോ സിക്കോവ, ടമ ടോങ്ക ലോവ തുടങ്ങിയവർക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജിമ്മി ഊസോയുടെ ഒരു തിരിച്ചുവരവ് സർപ്രൈസ് ആയിട്ടായിരിക്കും നടത്തുക എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ജിമ്മി ഊസോയെ ബ്ലഡ് ലൈനിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ടമ ടോങ്കയെ സോളോ സിക്കോവ പുതിയ മെമ്പറായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെയാണ് ജിമ്മി ഊസോയുടെ അവസാന ഭാഗം നമുക്ക് WWE ഓൺ സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. പിന്നീട് ജിമ്മി ഊസോയ്ക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി പറ്റി ചെറിയ സർജറിയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള തലത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു. കൂടാതെ സീറോ ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ പുതുതായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്വീറ്റ് ഇങ്ങനെയാണ്: ജിമ്മി ഊസോ, ജെ ഊസോ, WWE ഡെബ്യൂ ചെയ്യാൻ പോകുന്ന ജേക്കബ് ഫാറ്റു, ഇവരുടെ 3 പേരുടെയും ചെറിയ ഒരു ഗിഫ് പോലത്തെ ഒരു സംഭവം കൊടുത്തുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ജേക്കബ് ഫാറ്റു, ജിമ്മി ഊസോ, ജെ ഊസോ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ജിമ്മി തിരികെ വരുമ്പോൾ ജേക്കബ് ഫാറ്റുവിനെയും കൂടെ ചേർത്തുകൊണ്ട് ബ്ലഡ് ലൈനെതിരെ പോരാടാനാണോ ഇനി ശ്രമങ്ങൾ നടത്തുന്നത്? പതിയെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജെ ഊസോ വരുന്നതുമായിരിക്കുമോ നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെ കുറേയധികം സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിൻ്റെ ആ ഒരു ഡെബ്യൂ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് ബ്ലഡ് ലൈനിൽ ജിമ്മി ഊസോ, അതായത് ഊസോസിൻ്റെ ഒപ്പം നിന്ന് നിലവിലെ ബ്ലഡ് ലൈനെതിരെ പോരാടുന്ന ഒരു റെസ്ലർ ആയിട്ടായിരിക്കുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി വരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. അപ്പോൾ ഇതാണ് ബ്ലഡ് ലൈനെ സംബന്ധിച്ച് ലേറ്റസ്റ്റായി പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.